IPL താരലേലത്തിന്റെ ആവേശത്തിലേക്ക് ക്രിക്കറ്റ് ലോകം നീങ്ങിക്കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷമാണ് മെഗാ താരലേലം സംഭവിക്കുന്നത്. അതുകൊണ്ട് ടീമുകൾ ഒന്നിൽ നിന്നും തന്നെ ടീം റീബിൽഡിങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. പല ടീമുകളും സൂപ്പർ താരങ്ങളെ അടക്കം നിലനിർത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മുംബൈ, ചെന്നൈ ടീമുകൾ തന്നെയാണ്. അവർ പ്രധാനമായും അവരുടെ കോർ ടീമിനെ റിട്ടൈൻ ചെയ്തപ്പോൾ പഞ്ചാബ് ആക്കട്ടെ 2 താരങ്ങളെ മാത്രമാണ് നിലനിർത്തിയിട്ടുള്ളത്. അതേസമയം വമ്പൻ റിലീസുകളും IPL 2025 പ്രത്യേകത തന്നെയാണ്. നവംബർ 24-25 തീയതികളിൽ ജിദ്ദയിൽ വെച്ചാണ് IPL താരലേലം നടക്കുന്നത്. ഇത് 2ാം തവണയാണ് ഇന്ത്യക്ക് പുറത്തായി മെഗാ താരലേലം നടക്കുന്നത്. രജിസ്റ്റർ ചെയ്ത 1504 താരങ്ങളിൽ നിന്നും 574 എന്ന ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് BCCI. ഇതിൽ 366 ഇന്ത്യൻ താരങ്ങളും 208 വിദേശ താരങ്ങളുമാണുള്ളത്. 3 അസോസിയേറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളും ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 318 അൺക്യാപ്ഡ് താരങ്ങൾ പട്ടികയിലുണ്ട്. അതിൽ തന്നെ 12 പേർ ഇന്ത്യയിൽ നിന്നും പുറത്തുള്ളവരാണ്. 204 സ്ലോട്ടുകളാണ് പ്രധാനമായും ടീമുകൾക്ക് ഫില്ല് ചെയ്യാനുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഋഷഭ് പന്ത്, മുഹമ്മദ് ഷമി, ചഹൽ, അർഷദീപ് എന്നീ പ്രധാന ഇന്ത്യൻ താരങ്ങൾ ലേലത്തിനായി വരുന്നു എന്നുള്ളതാണ്. ഗ്ലെൻ മാക്സ്വെൽ, ട്രെന്റ് ബോൾട്ട്, കഗീസോ റബാഡ അടക്കമുള്ള വിദേശ താരങ്ങളും IPL താരലേലത്തിന് അവൈലബിൾ ആണ്. ടീമുകളെ സംബന്ധിച്ചിടത്തോളം ചില താരങ്ങൾ നിർണായകമാണ്. അതിൽ വമ്പൻ താരങ്ങളെ ടീമിലെത്തിക്കാൻ തന്നെയാകും ടീമുകൾ പരിശ്രമിക്കുക. 110 കോടിയിൽ മുകളിൽ തുകയാണ് പഞ്ചാബിന്റെ പക്കലുള്ളത്. ലേലത്തുക ഏറ്റവും കൂടുതലുള്ളതും പഞ്ചാബ് കിങ്സിനാണ്. അതേസമയം മുംബൈ, ചെന്നൈ, രാജസ്ഥാൻ എന്നീ ടീമുകളുടെ പക്കലാണ് ഏറ്റവും കുറവ് തുകകളുള്ളത്. അതുകൊണ്ട് ലേലത്തിന്റെ അടിസ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്യും. ടീമുകൾക്ക് 6 ടീമും അവൈലബിൾ ആണ്. സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് 6 താരങ്ങളെ നിലനിർത്തിയത് കൊണ്ട് 6 ടീം അവർക്കില്ല. അതുകൊണ്ട് തന്നെ താരങ്ങളെ തിരിച്ച് ടീമിലെത്തിക്കാൻ നന്നായി പരിശ്രമിക്കേണ്ടി വരും. ക്യാപ്റ്റന്മാരില്ലാത്ത ടീമുകളും ലേലത്തിലുണ്ട്. അതുകൊണ്ട് ഋഷഭ് പന്തിനും KL രാഹുലിനും വേണ്ടി IPL വമ്പൻ ഡിമാൻഡ് ടീമുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലിക സാഗറാണ് IPL താരലേലത്തിനായി എത്തുക. ഇന്ത്യൻ സമയം 3 മണി മുതലാണ് സംപ്രേഷണമുള്ളത്.